In the last class, we have completed allowances and perquisites. The next is profit in lieu of salary, and the first one is gratuity. സാലറിയുടെ ഒരു പാർട്ട് നമ്മൾ എംപ്ലോയീസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്. പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് എംപ്ലോയീസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി എക്സെട്ര. അതിൽ ഫസ്റ്റ് വേണമാണ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാറ്റുവിറ്റി ഈസ് എ ലംസം പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദി employer to employee either at the time of retirement or at the time of death of the employee. അത് ഒരു ലംസം എമൗണ്ട് ആയിട്ടാണ് ഗ്രാറ്റുവിറ്റി എപ്പോഴും കൊടുക്കുക. അത് കൊടുക്കുന്നത് ആസ് എ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ സർവീസസ് റെൻഡഡ് ഇൻ ദ പാസ്റ്റിൽ കൊടുത്തേക്കുന്ന സർവീസുകൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട്, നന്ദി സൂചകമായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്. അപ്പം അതിൽ either at the time of retirement or at the time of death of the employee, gratuity is given by the employer. ഇനി ഗ്രാറ്റുവിറ്റിയുടെ ടാക്സബിലിറ്റി നോക്കാം നമുക്ക്. ആൻഡ് ഫോർ ടാക്സബിലിറ്റി പർപ്പസ്, ഫസ്റ്റ് the employees are divided into employees of government or semi government or local authority. ഗവൺമെൻറ് എംപ്ലോയി എന്നും നോൺ ഗവൺമെൻറ് എംപ്ലോയി എന്നും തിരിച്ചേക്കണം. For gratuity taxation purpose, the employees are divided into two, government employee and non-government employee. And in case of government employee, the gratuity received from the government is fully exempted from tax. For government employee, the gratuity received from the employer, here the government is fully exempted from income tax. ഒരൊറ്റ എമൗണ്ട് ഇൻകം ടാക്സ് കൊടുക്കേണ്ട. എത്ര ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞാലും it is completely exempted. And in the second case, for non-government employee, if the employee is non-government, they are again classified into two. That is, employees covered under the Payment of Gratuity Act. POGA Act na parayadine 1972. 1972 Payment of Gratuity Act inde keezhil varuna employees covered under the Gratuity Act. Second one, employees not covered under the Payment of Gratuity Act 1972. Act inde keezhil വരാത്തവർ. ഫോർ എക്സാമ്പിൾ, ദീസ് ആർ ഫാക്ടറി വർക്കേഴ്സ് ഓർ നോൺ മാനേജീരിയൽ പേഴ്സൺസ്. ഒരു ഓർഗനൈസേഷനിലെ നോൺ മാനേജീരിയൽ പേഴ്സൺസ് അല്ലെങ്കിൽ ഫാക്ടറി വർക്കേഴ്സ് ആണ് ആക്ടിന്റെ കീഴിൽ വരുന്നവർ. ആൻഡ് ദ മാനേജീരിയൽ പേഴ്സൺസ് ആർ കം അണ്ടർ നോട്ട് കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അപ്പോൾ ഇനി ഓരോരുത്തർക്കുള്ള ടാക്സബിലിറ്റി നോക്കാം. ഫ്രം ദ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ത്രീ വിൽ ബി എക്സംപ്റ്റഡ്. ഈ പറയുന്ന മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ അതാണ് എക്സംപ്ഷൻ. ലീസ്റ്റ് ഓഫ് ദ ത്രീ ഈസ് എക്സംപ്റ്റഡ്. ഇതിൽ ആദ്യത്തെ മാത്രമേ രണ്ടുപേരിലും ഡിഫറൻസ് ഉള്ളൂ. ദ സെക്കൻഡ് ഈസ് നോട്ടിഫൈഡ് ലിമിറ്റ് 20 lakhs. സെയിം ഫോർ ബോത്ത് കേസസ്. പേയ്മെന്റ് ഗ്രാറ്റുവിറ്റിയുടെ കീഴിൽ വരുന്ന എംപ്ലോയീസിനും നോട്ട് കവേർഡ് എംപ്ലോയീസിനും നോട്ടിഫൈഡ് ലിമിറ്റ് 20 lakhs സ്റ്റേബിൾ ആണ്. തേർഡ് കണ്ടീഷൻ, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. ഇവിടെയും തേർഡ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്. അപ്പോൾ ഫസ്റ്റ് ഈ ടു ഐറ്റംസും രണ്ടുപേരുടെയും സെയിം ആണ്. ഡിഫറൻസ് വരുന്നത് ഫസ്റ്റ് കേസിൽ മാത്രമാണ്. നോക്കാം. ആദ്യം കവേർഡ് എംപ്ലോയീസിന്റെ കേസിൽ നോക്കാം. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ കീഴിൽ വരുന്ന എംപ്ലോയീസിന് അവരുടെ ഫസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 15 days സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആൻഡ് പാർട്ട് thereof in excess of 6 months. ആ എംപ്ലോയി ടോട്ടൽ എത്ര വർഷം ആ കമ്പനിയിൽ വർക്ക് ചെയ്തു നോക്കുക. ആ വർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ ഇയേഴ്സ് വരും. പിന്നെ പാർട്ട് thereof in excess of 6 months എന്ന് പറഞ്ഞാൽ എന്താ? If any part of the year in excess of 6 months, it is counted as 1 year. For example, 20 years and 7 months എന്ന് പറയുകയാണെങ്കിൽ that 7 months is counted as 1 year. Then 21 years ആണ് നമ്മൾ കംപ്ലീറ്റഡ് സർവീസ് ആയിട്ട് എടുക്കുക. മനസ്സിലായോ? എംപ്ലോയി വർക്ക് ചെയ്തത് 20 വർഷവും 7 മാസവും എന്ന് പറഞ്ഞു. 6 മാസത്തിൽ കൂടിയാൽ അതിന് എന്തായിട്ട് എടുക്കാം? നമുക്ക് 1 year ആയിട്ട് കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പൊ 21 years ആയിരിക്കും നമ്മൾ അയാളുടെ ടോട്ടൽ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആയിട്ട് എടുക്കുക. അങ്ങനെ അയാളുടെ ഒരു മാസത്തെ 15 days സാലറി കാണും. അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് ഉണ്ട്. 15 days സാലറി ഈക്വൽ ടു, എങ്ങനെയാ 15 days കാണാൻ? നമ്മൾ സാധാരണ 13 അല്ലേ എടുക്കാറ്. ഹിയർ 15/26 അതാണ് എടുക്കാൻ പാടുള്ളൂ. 15 days salary means
monthly salary into monthly salary into 15/26. ഇതാണ് 15 days സാലറി കാണാം. അപ്പൊ നമുക്ക് 15 days സാലറി കിട്ടും ഇൻറ്റു എത്ര വർഷം കംപ്ലീറ്റഡ് സർവീസ് ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായോ? ഇതാണ് ഈ 3 എമൗണ്ടും കണ്ടുപിടിക്കുക. നോട്ടിഫൈഡ് ലിമിറ്റ് 20 lakh. ഇവിടെ ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, the 20 lakh exemption is allowable to an assessee for the whole life of an employee. ഒരു എംപ്ലോയിക്ക് അയാളുടെ മൊത്തം ലൈഫിൽ കിട്ടാവുന്ന ഗ്രാറ്റുവിറ്റി എക്സംഷന്റെ ലിമിറ്റ് ആണ് എത്ര? 20 lakh എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 വർഷം എ ലിമിറ്റഡിൽ അയാൾ വർക്ക് ചെയ്തിരുന്നു, അവിടെ നിന്ന് ഗ്രാറ്റുവിറ്റി കിട്ടി. ആ ഗ്രാറ്റുവിറ്റിയുടെ എക്സംഷൻ അയാൾക്ക് 10 ലക്ഷം രൂപ കിട്ടിയിരുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇപ്പൊ ബി ലിമിറ്റഡിൽ നിന്ന് കിട്ടുന്ന നോട്ടിഫൈഡ് ലിമിറ്റ് 10 ലക്ഷം എന്ന് എഴുതാൻ പാടുള്ളൂ. കാരണം ഒരാൾക്ക് അയാളുടെ ഹോൾ ലൈഫിൽ കിട്ടാവുന്ന മാക്സിമം എക്സംഷൻ 20 lakh വരാൻ പാടുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇത്രയെങ്കിലും എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കിയുള്ളത് നോട്ടിഫൈഡ് ലിമിറ്റിൽ എഴുതാവൂ. അത് കാണാം. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി എത്ര കിട്ടിയോ അത് എഴുതാം. പിന്നെ ആദ്യത്തെ കവേർഡ് എംപ്ലോയി ആണെങ്കിൽ 15 days സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആൻഡ് പാർട്ട് thereof അതും കൂടെ കൺസിഡർ ചെയ്തിരിക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നോട്ട് കവേർഡ് എംപ്ലോയി ആണെങ്കിൽ. നോട്ട് കവേർഡ് എംപ്ലോയി കേസിൽ പറഞ്ഞു സെക്കൻഡ് ആൻഡ് തേർഡ് പോയിന്റ് വിൽ റിമെയിൻസ് ദ സെയിം, ഓൺലി ഡിഫറൻസ് ഇൻ ദ ഫസ്റ്റ് പോയിന്റ്. എന്താ ഡിഫറൻസ് നോക്കിയേ? ഹാഫ് മന്ത്സ് ആവറേജ് സാലറി ഫോർ ഈച്ച് ഇയർ ഓഫ് കംപ്ലീറ്റഡ് സർവീസ് months to be ignored. എന്താ അവിടെ പ്രത്യേകത? 2-3 പ്രത്യേകതകൾ പറഞ്ഞു. ഒന്ന്, ഹാഫ് മന്ത് സാലറി. ഇപ്പൊ നോർമലി കുട്ടികൾക്ക് തോന്നും 15 ദിവസത്തെ സാലറി എന്ന് പറയുന്നതും ഹാഫ് മന്ത് സാലറി എന്ന് പറയുന്നത് സെയിം അല്ലേ എന്ന്, അല്ലേ? പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. എന്താണ്? 15 days സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തത് എങ്ങനെയാ? 15/26. ഇവിടെ ഹാഫ് മന്ത്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/2. ഇനി എന്തിന്റെ? ഇവിടെ മന്ത്ലി സാലറിയുടെ ആയിരുന്നു 15 days കണ്ടേ, ഇവിടെ ആവറേജ് സാലറിയുടെ ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ആവറേജ് സാലറി മീൻസ് സാലറി ഫോർ ദ ലാസ്റ്റ് 10 months ഡിവൈഡഡ് ബൈ 10. നമ്മുടെ എംപ്ലോയി റിട്ടയർഡ് ആവുന്നതിന് തൊട്ട് മുൻപുള്ള 10 മാസത്തെ സാലറി ഡിവൈഡഡ് ബൈ 10, അതാണ് ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ. ഈ 10 മാസം അയാൾക്ക് ഒരേ സാലറി ആണെങ്കിൽ 20,000 രൂപ തന്നെയാണ് 10 മാസമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് 20,000 തന്നെയാണ്. പക്ഷേ ചില കേസുകളിൽ ഇൻക്രിമെന്റ് ഉണ്ടാവും. ആദ്യത്തെ 6 മാസം 20,000, പിന്നത്തെ 4 മാസം 21,000 ആണ് കിട്ടിയേക്കണെന്ന് നിൽക്കും. അപ്പൊ ആവറേജിൽ ഡിഫറൻസ് വരും. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താ? ഹാഫ് മന്ത്സ് സാലറി. ഹാഫ് മന്ത്സ് സാലറി വരുമ്പോൾ ആദ്യം എന്താണ് ആവറേജ് സാലറി നോക്കാം. ആവറേജ് സാലറി ഈക്വൽ ടു സാലറി ഫോർ ലാസ്റ്റ് 10 months ഡിവൈഡഡ് ബൈ 10. ആ എംപ്ലോയി വർക്ക് ചെയ്ത് റിട്ടയർഡ് ആവുന്നതിന് മുമ്പത്തെ ലാസ്റ്റ് 10 മാസ ശമ്പളം ഡിവൈഡഡ് ബൈ 10, അതാണ് ആവറേജ് സാലറി കിട്ടുക. ഈ ആവറേജ് സാലറി ഇൻറ്റു 1/2. ദിസ് ഈസ് ഹാഫ് മന്ത്സ് സാലറി. ഇവിടെ 15/26 എടുത്തതിന് പകരം ഇവിടെ 1/2 എടുത്തു. ഇനി എന്താ പ്രത്യേകത? ഫോർ ഈച്ച് ഇയർ ഓഫ് കംപ്ലീറ്റഡ് സർവീസ് months to be ignored, അതാണ് പ്രത്യേകത. ഇവിടെ നമ്മൾ പറഞ്ഞു 6 മാസത്തിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തായിട്ട് കൗണ്ട് ചെയ്യാൻ? 1 year ആയിട്ട് കൗണ്ട് ചെയ്തോളാൻ പറഞ്ഞു. ഹിയർ 11 months ഉണ്ടെന്ന് പറഞ്ഞാലും that months to be ignored എന്ന് പറഞ്ഞാൽ 30 വർഷവും 11 മാസവും വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. നമ്മൾ ആ 11 മാസത്തെ കളയ 30 വർഷത്തിന് മാത്രം എടുത്താൽ മതി. ഇവിടെയാണെങ്കിലോ 31 വർഷമായിട്ട് അതിനെ കൗണ്ട് ചെയ്യും. ഇവിടെ അത് കൗണ്ട് ചെയ്യേണ്ട, മന്ത്സ് എത്രയാണെങ്കിലും അതിനെ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഗ്രാറ്റുവിറ്റിയുടെ തിയറി. ഇത് പ്രോബ്ലം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തറോ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ കാണാന്നുള്ളത് പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ തിയറി പോർഷൻ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത അറിയേണ്ടത് എന്താണ് സാലറി എന്നാണ്. സാലറി മീൻസ് ബേസിക് സാലറി പ്ലസ് DP പ്ലസ് ഡിയർനെസ് അലവൻസ് ഫോം പാർട്ട് ഓഫ് സാലറി പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ ബേസിസ്. നമ്മുടെ പ്രൊവിഡന്റ് ഫണ്ട് HRA ഒക്കെ പഠിച്ച സെയിം സാലറി തന്നെയാണ് ഇവിടെ ഗ്രാറ്റുവിറ്റിക്കും വരുന്നത്. ഏതൊക്കെയാ? ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് ഫോംസ് പാർട്ട് ഓഫ് സാലറി പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ ബേസിസ്.
a same salary will be applicable here. So these are about gratuity taxation. Then the problem is next class. Okay, thank you.